ഏറെ നേരം കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ തന്നെ നെഞ്ചിൽ ചാഞ്ഞിക്കിടന്ന് എന്തോ ആലോചിച്ചു കൊടുന്ന കുഞ്ഞി പെണ്ണിനെ കാണി നിരഞ്ജൻ്റെ കണ്ണുകളും നിറഞ്ഞു. അവൻ്റെയും ഓർമ്മയിൽ അച്ഛനും അമ്മയും നിറഞ്ഞു. നോക്ക് മോനെ, നമ്മുടെ കുഞ്ഞി, ഇവളും നമ്മുടെ വീടിൻ്റെ ഐശ്വര്യമാണ്, നമ്മുടെ വിലമതിക്കാനാവാത്ത നിധി. ഈ പൊന്നിൻ്റെ കണ്ണുകൾ നിറയാതെ അനിയത്തിക്കുട്ടി നോക്കണം കേട്ടോ. ആ ചേട്ടൻ രഞ്ജു. ഒരു 15കാരൻ അമ്മയ്ക്കരികിൽ കിടക്കുന്ന വെളുത്ത് തുടുത്ത് പാവക്കുട്ടി കൊതിയോടെ നോക്കുന്ന കണ്ട് തൂവെള്ള ടർക്കിയിൽ പൊതിഞ്ഞെടുത്ത ആ നിധിയെ ഈ കയ്യിലേക്ക് വെച്ച് തന്നിട്ട് പറഞ്ഞത് ഇപ്പോഴും ചെവികളിൽ മുഴങ്ങുന്നുണ്ടെന്ന് തോന്നി നിരഞ്ജന്. കുഞ്ഞേ, ഏട്ടത്തി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവൾ കാവടി തുള്ളി വരും മുൻപ് വാ, നമുക്ക് പോയി കുടിക്കാം. ഒരു ഉണർവില്ലാത്ത അവൾ കിടക്കുന്നത് കാണി സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. എനിക്കിപ്പോൾ വേണ്ട ഏട്ടാ, ചായയൊന്നും കുടിക്കാൻ തോന്നുന്നില്ല, ഞാൻ കുറച്ചു നേരം കൂടെ കിടന്നോട്ടെ. അവൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിയിട്ട് നീവി ചോദിച്ചു. ഏട്ടൻ്റെ കുഞ്ഞിക്ക് ഏട്ടനോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും വിഷമമുണ്ടോ? അവളുടെ കവളിൽ കൈ ചേർത്ത് വെച്ച് നിരഞ്ജൻ തിരക്കി. ഒന്നുമില്ല ഏട്ടാ, അച്ഛയും അമ്മയും ഒക്കെ ഓർത്തപ്പോൾ എന്തൊക്കെ വിഷമം പോലെ, അത്രയേ ഉള്ളൂ. ഏട്ടാ, ഏട്ടൻ പോയിക്കോ, ഞാൻ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരാം. അവനെ വിഷമിപ്പിക്കാതിരിക്കാൻ ചുണ്ടിൽ ഒരു ചിരി ഒട്ടിച്ച് പറഞ്ഞുകൊണ്ട് നിവി. അവൾ പറഞ്ഞത് വിശ്വസിക്കണോ വേണ്ടെന്ന് ചിന്തിക്കുന്നതിനൊപ്പം ഒന്ന് മൂളി വിട്ടു നിരഞ്ജൻ. കുഞ്ഞി എവിടെ, വന്നില്ലേ? അവൾ ചായ എടുത്ത് വെച്ചല്ലോ. മെല്ലെ സ്റ്റിക്കൂന്നി വരുന്ന നിരഞ്ജനെ ചേർത്ത് പിടിച്ച് കസാലിരുത്തിക്കൊണ്ട് ലക്ഷ്മി തിരക്കി. അവൾ ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞിയുടെ മനസ്സിൽ എന്തോ ഒരു സങ്കടം കടന്നുകൂടിയിട്ടുണ്ട് ലച്ചു. രഞ്ജി ചോദിച്ചില്ലേ കാരണം എന്താന്ന്? നിരഞ്ജനുള്ള ചായ ഗ്ലാസ്സിൽ ഒഴിച്ചെടുക്കുമ്പോൾ ലക്ഷ്മി തിരക്കി. അതൊക്കെ ഞാൻ ചോദിച്ചു. അവൾക്ക് അച്ഛനെയും അമ്മയും ഓർമ്മ വന്നതാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് അമ്മാവൻ വന്ന് പറഞ്ഞില്ലേ അപ്പുറത്തുള്ള സംസാരം അതെൻ്റെ കുഞ്ഞിയുടെ ചെവിയിൽ എത്തിയുമെന്നാണ്. ചായ എടുത്ത് ചുണ്ടോട് ചേർക്കുമ്പോൾ ആലോചനയോടെ നിരഞ്ജൻ പറഞ്ഞു. അമ്മാവൻ പറഞ്ഞതിൽ കാര്യമില്ലാതെയില്ല രഞ്ജു. ഇനിയും കുഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ മനുവിൻ്റെ നോട്ടം ഇങ്ങോട്ട് തന്നെയാകും. അതിനൊക്കെ അമ്മായും ആ വിഫയും കുറ്റം പറഞ്ഞത് കുഞ്ഞെ തന്നെയാകും. ലക്ഷ്മി പറഞ്ഞു നിർത്തിയതും നിരഞ്ജൻ്റെ മുഖം കടുത്ത ദേഷ്യത്തിൽ ചുവന്നു. നീ എന്താ പറഞ്ഞു വരുന്നത്? അവൻ അവിടെ നിന്ന് ഒന്ന് നോക്കിയാലുടൻ എൻ്റെ കുഞ്ഞ് ഇനിയും അവൻ്റെ പിന്നാലെ അവൾ പോകുമെന്നോ? എത്ര കടിച്ചു പിടിച്ചിട്ടും നിരഞ്ജൻ്റെ ഒച്ച ഉയർന്നു പോയി. അങ്ങനെയാണ് രഞ്ജു ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ കുഞ്ഞിയെക്കുറിച്ച് ഞാനങ്ങനെ പറയോ? പറയുന്നത് പോയിട്ട് ചിന്തിക്കുക പോലുമില്ല. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. പിന്നെ എന്താ നീ ഉദ്ദേശിക്കുന്നത്? ആ തള്ളയും അതിൻ്റെ മരുമോളും പറഞ്ഞത് സത്യമാണെന്നോ? ഒട്ടും ദേഷ്യം കുറയ്ക്കാതെ ചോദിച്ചിട്ട് മുഖം തിരിച്ച് നിവി വരുന്നുണ്ടെന്ന് നോക്കി നിരഞ്ജൻ. എൻ്റെ രഞ്ജു, ഇപ്പോൾ അപ്പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ ചൂടിൽ നമ്മളൊരു കല്യാണക്കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ വലിയ എതിർപ്പില്ലാതെ കുഞ്ഞ് സമ്മതിച്ചേക്കും. ലക്ഷ്മി തഞ്ചത്തിൽ പറഞ്ഞു. കല്യാണോ? അവൾക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട ലച്ചു. ആദ്യം അവൾ പഠിക്കട്ടെ, എന്നിട്ട് ചെറുതെങ്കിലും ഒരു ജോലിയായിട്ടേ ഇനി അവൾക്ക് വിവാഹം നോക്കുന്നുള്ളൂ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് ഒന്നും ചെയ്യില്ല ഞാൻ. ചായ കുടിച്ച ഗ്ലാസ് ടേബിൾ വെച്ചിട്ട് നിരഞ്ജൻ പറഞ്ഞു. എൻ്റെ രഞ്ജു, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഒന്നാമത്തെ കാര്യം മനുവുമായിട്ട് കുഞ്ഞിയുടെ കല്യാണം ഉറപ്പിച്ചിരുന്നതും അത് മുടങ്ങിയതും ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. അതുപോലെ അഭിയുമായി ചേർത്ത് ആ സ്ത്രീ പറഞ്ഞതും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. വിശ്വസിക്കാത്തവരെക്കാട്ടിലും കൂടുതൽ ആ കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാകും കൂടുതലുണ്ടാവുക. അതിനുവേണ്ടി എൻ്റെ കുഞ്ഞ് അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് ഞാൻ നിർബന്ധിക്കണോ? അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ? ഒട്ടും തെളിയാത്ത മുഖത്തോടെ നിരഞ്ജൻ ചോദിച്ചു. രഞ്ജു, എൻ്റെ ഫ്രണ്ടിലെ നയന, അവളെ ഞാൻ ഈയിടെ നിനക്ക് മരുന്ന് വാങ്ങാൻ പോയപ്പോൾ കണ്ടിരുന്നു. അന്ന് അവൾ കുഞ്ഞിയുടെ കാര്യം എന്നോട് ചോദിച്ചു. എന്തു ചോദിച്ചു? ലക്ഷ്മി എന്ന് നിർത്തിയ നിമിഷം നിരഞ്ജൻ ആകാംക്ഷയോടെ തിരക്കി. അത് പിന്നെ അവളുടെ അനിയനിലെ നവീൻ, അവന് കുഞ്ഞെ കൊടുക്കാമോ എന്ന് ചോദിച്ചു. ലക്ഷ്മി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് മനസ്സിലായില്ല. നിരഞ്ജൻ കൂർത്ത നോട്ടത്തോടെ തിരക്കി. നവീൻ ഡോക്ടറാണ് രഞ്ജു, നിനക്കറിയാലോ. അവന് പണ്ടേ കുഞ്ഞോട് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവളുടെ വിവാഹം നേരത്തെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചോദിക്കാതിരുന്നതാണ്. പിന്നെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വീണ്ടും താല്പര്യം പറഞ്ഞു എന്നോട്. രഞ്ജു, നല്ലോണം ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി. നിരഞ്ജൻ ആലോചിക്കുന്നത് കാണാൻ ലക്ഷ്മി ഒരു നയത്തിൽ പറഞ്ഞു നിർത്തി. എന്നാൽ അവർക്ക് പിന്നിൽ വാതിലിൻ്റെ മറവിൽ ഇതൊക്കെ കേട്ടുന്ന നിവിക്ക് വല്ലാത്തൊരു വെപ്രാളം തോന്നി. അവൾ വേഗം വാതിലടച്ച് കുറ്റിയിട്ടു. പിന്നെ ഫോണെടുത്ത് അഞ്ജുവിനെ വിളിക്കുമ്പോൾ അവളെ നെഞ്ചിടിപ്പ് മിടിച്ചു പൊട്ടുന്ന പോലെ തോന്നി അവൾക്ക്. എന്താ അഞ്ജു, എന്തിനാ നിവിത വിളിച്ചത്? കുളിച്ചിട്ട് വന്ന തല തുടച്ചുകൊണ്ട് തന്നെ അവ ചോദിച്ചു. രാധികയും കാര്യം അറിയാൻ ആകാംക്ഷയോടെ അവളെ നോക്കി. ആ യക്ഷി അവൾക്കിട്ട് കല്യാണാലോചനയുടെ രൂപത്തിൽ അടുത്ത പണിയും കൊണ്ട് വന്നിട്ടുണ്ട്. ഫോൺ ടേബിൾ വെച്ചിട്ട് ദേഷ്യത്തോടെ അഞ്ജു പറഞ്ഞു. കല്യാണമോ? നിവേദയ്ക്കോ? ചോദിക്കുമ്പോൾ നെഞ്ചിൽ തോന്നി പിടപ്പ് എന്തിനെന്ന് അവയ്ക്ക് അപ്പോൾ മനസ്സിലായതേയില്ല. അതേ ഏട്ടാ, അവളുടെ ഏതോ ഫ്രണ്ടിൻ്റെ അനിയനാണ് പോലും. ചെറുക്കൻ ഡോക്ടറാണെന്ന്.
എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കരയുകയാണ് പെണ്ണ്. അഞ്ജു ആകെ സങ്കടത്തിൽ പറഞ്ഞു, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരാന്ന് വെച്ചാൽ എന്ത് ബന്ധത്തിൻ്റെ പേരിൽ കൊണ്ടുവരും? അന്ന് തന്നെ കണ്ടില്ലേ വയ്യാതെയായിട്ട് 2 ദിവസം കൊണ്ട് നിർത്തിയതിന് ആ പെണ്ണും പിള്ളയെ ആളെ വിളിച്ചു കൂട്ടി വന്നത്. ആ കുഞ്ഞിൻ്റെ ഒരു വിധി. താടിക്ക് കൈയും കൊടുത്തെന്ന് പറയുമ്പോൾ അവർക്കുള്ളിൽ അബിയുടെ പെണ്ണായി അവളെ കിട്ടിയിരുന്നെങ്കിലെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടായിരുന്നു. എന്ത് ചെയ്യുവേട്ടാ, ഇതെന്തോ കെണിയാണെന്ന് തോന്നുന്നു. ആലോചനയോടെ നിൽക്കുന്ന അബിയെ നോക്കി അഞ്ജു പറഞ്ഞു, എന്തായാലും ഇന്നും നാളെയും ഒന്നും വിവാഹം ഉണ്ടാവില്ലല്ലോ, അതിനോട് സമാധാനമായിട്ടിരിക്കാൻ പറ. ഞാൻ വിനായകനെ കണ്ടിട്ട് വരാം. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഷർട്ടും എടുത്തിട്ട് ബൈക്കും എടുത്ത് പുറത്തേക്ക് പോയി അബി. അമ്മ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? ഏട്ടൻ പുറത്തേക്ക് പോയി. അബി പോയതറിയാതെ ആലോചനയോടെ നിൽക്കുന്ന രാധികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഞ്ജു പറഞ്ഞു, ഞാൻ ആ കൊച്ചിൻ്റെ ഒരു വിധി ഓർത്ത് നിന്ന് പോയതാണ്. അവർ സങ്കടത്തിൽ പറഞ്ഞു. ഏട്ടനുള്ള കാര്യത്തിൽ എന്തോ കുഞ്ഞൊരു താല്പര്യമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നിയില്ലേ? അഞ്ജുവോടെ തോൾ ചാഞ്ഞു നിന്നുകൊണ്ട് തിരക്കി. നിനക്കും തോന്നി അഞ്ജു? ഞാൻ കരുതി എൻ്റെ തോന്നലാകുമെന്ന്. ഈശ്വര, അവൻ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇങ്ങ് തന്നേക്കണേ. എൻ്റെ മക്കളെപ്പോലെ ഞാൻ നോക്കിക്കോളാം. അവർ നെഞ്ചിൽ കൈവച്ചൊരു പ്രാർത്ഥനയോടെ പറയുമ്പോൾ അഞ്ജുവും ആഗ്രഹിച്ചു പോയിരുന്നു നിവി അവളുടെ ഏട്ടൻ്റെ പാതിയായി വരുന്നത്. നീ എന്താ എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നത്? കാര്യങ്ങളൊക്കെ അബി വിശദമായി പറഞ്ഞു കേട്ടിട്ട് മറുപടിയൊന്നും പറയാതെ ആലോചനയോടെ ഇരിക്കുന്ന വിനായകനോട് അബി ചോദിച്ചു. ബാങ്കിൽ എനിക്ക് പരിചയമുള്ള ആരുമില്ല, എങ്കിലും ഞാനിന്ന് ആഞ്ഞു ശ്രമിച്ചു നോക്കാം. പിന്നെ ആ ലക്ഷ്മിയുടെ പേരുള്ള പാസ്ബുക്ക്, അതുപോലെ FD ഒക്കെ എന്തെങ്കിലും രേഖകളൊക്കെ കിട്ടുമെന്ന് നോക്കാൻ നിവിതയോടൊന്ന് പറയണം. മേശയിൽ കൈയൂന്നി മുന്നോട്ട് ആഞ്ഞിരുന്നുകൊണ്ട് വിനായകൻ പറഞ്ഞു. അതിപ്പോൾ അവർ ഒളിപ്പിച്ചു വെക്കില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിവിത കാണേണ്ടതല്ലേ? അവ സംശയത്തോടെ ചോദിച്ചുകൊണ്ട് മുന്നിലിരിക്കുന്നവനെ നോക്കി. ആ വീട്ടിൽ തന്നെ ഉണ്ടാകും. ഇവർ സ്ഥിരം ഉപയോഗിക്കുന്ന റൂമിലാവില്ല. ഏതായാലും ഒന്ന് തപ്പി നോക്കാൻ പറയേ. എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ തന്നെ നമുക്ക് വേണ്ടതൊക്കെ കാണുമെന്ന്. കാരണം സ്വർണ്ണമൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. കൈ രണ്ടും പിണച്ചു കെട്ടി കസേരയിൽ ചാഞ്ഞിരുന്നുകൊണ്ട് വിനായകൻ പറഞ്ഞു. ഞാൻ പറയാം. അബിയും ആലോചനയുടെ മെല്ലെ പറഞ്ഞു. ഇനി നിവിതയുടെ വിവാഹക്കാര്യം അതൊരു ട്രാപ്പായിരിക്കും. മിക്കവാറും ഈ പറയുന്ന ആളുകളായിരിക്കും ലക്ഷ്മിയുടെ സഹായികൾ. മുന്നിലിരിക്കുന്ന അബിയെ നോക്കി നേർത്തൊരു പുഞ്ചിരിയുടെ വിനായകൻ പറഞ്ഞു. ആവും. അബിയും സമ്മതിച്ചു. ആ വിവാഹം നടത്താൻ ലക്ഷ്മി ഏതറ്റം വരെയും പോകും വിനായക. അവളുടെ നാടകത്തിൽ ഉറപ്പായി നിരഞ്ജൻ വീഴും. പിന്നെ ഈ കല്യാണം വേണ്ടെന്ന് വയ്ക്കാൻ നിരഞ്ജന് കാരണങ്ങളൊന്നും തന്നെയില്ല. ലക്ഷ്മിയിൽ ചെറിയൊരു സംശയം പോലും ഇല്ലാത്തയാൾ എങ്ങനെ എതിർക്കാൻ? ഇനി നിവിത എന്തെങ്കിലും കാരണം പറഞ്ഞു ഒഴിയാൻ നോക്കിയാലും നിരഞ്ജൻ ചെവിക്കൊള്ളില്ല. ആ വിവാഹം എങ്ങാനും നടന്നാൽ പിന്നെ ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. അബി ആശങ്കയോടെ പറഞ്ഞു. അതുതന്നെയാണ് ഞാനും പറയാനിരുന്നത്. നിവിത വിവാഹം കഴിക്കുന്ന ആൾ ഈ കാര്യങ്ങൾ അറിയുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല. ഇതിനിടയിൽ ആ ലക്ഷ്മിയുടെ കള്ളത്തരങ്ങൾ നമുക്ക് പൊളിക്കാനും പറ്റും. അബിയുടെ ആശങ്ക നിറഞ്ഞ മുഖത്തേക്ക് നോക്കി വിനായകൻ പറഞ്ഞു. അതിപ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും? വിനായകൻ പറഞ്ഞു കേട്ട് ഉള്ളിലെന്തോ ഒരു തിരയിളക്കം തോന്നിയെങ്കിലും അത് ഒളിപ്പിച്ചുകൊണ്ട് അബി തിരക്കി. അതിനിപ്പോൾ വേറെ എവിടെയും അന്വേഷിച്ചു പോകണ്ട. ഞാൻ യാതൊരു മറയുമില്ലാതെ ചോദിക്കുക, നിനക്ക് നിവിത വിവാഹം കഴിച്ചൂടെ? മുന്നിലിരിക്കുന്നവൻ്റെ കണ്ണുകളൊന്നും വിടർന്നു മിഴിയുന്നതും അടുത്ത നിമിഷം എന്തോ ചിന്തയിൽ മുഖം ഇരുളുന്നതും വിനായകൻ നോക്കിയിരുന്നു. അത് വേണ്ട വിനായക, അത് വേണ്ട. ഇനിയൊരു പെൺകുട്ടിയെ സ്നേഹിക്കാനോ വിശ്വസിക്കാനോ കുടുംബമായി ജീവിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അത് മാത്രമല്ല അതിനുള്ള അർഹതയും എനിക്കില്ല. എല്ലാം നിനക്കറിയുന്നതല്ലേ? പറയുമ്പോൾ അബിയുടെ മുഖം കുനിഞ്ഞുപോയി. എൻ്റെ പൊന്നബി, ഇന്നത്തെ കാലത്തെ പെൺപിള്ളേർ പോലും ഇങ്ങനെയൊന്നും ചിന്തിക്കുകയോ പറയുകയോ ചെയ്യില്ല. എടാ, ഒരു പെണ്ണിനെ സ്നേഹിച്ചു അവൾ വിവാഹം കഴിക്കാൻ ഉറപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് 3 ദിവസം ഒരുമിച്ച് കഴിഞ്ഞെന്ന് വെച്ച് നിനക്ക് മാത്രം എന്തിനാണ് കുറ്റബോധം? നിൻ്റെ കൂടെ കിടന്ന് സൂചിച്ചവൾ ഇന്ന് മറ്റൊരുത്തിൻ്റെ ഭാര്യയെ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പം നിനക്ക് മാത്രമായിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നൊക്കെ ചിന്തിച്ച് നീ തല പൊണ്ണാക്കാതിരിക്കുക. അവൻ്റെ മനസ്സിലെ ചിന്തകൾ മനസ്സിലാക്കിയതുപോലെ വിനായകൻ പറഞ്ഞു. എങ്കിലും അത് വേണ്ടടാ. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവർക്ക് എന്നോട് ദേഷ്യമാവും. അത്രയും നല്ല പേരൊക്കെയാണല്ലോ എനിക്കുള്ളത്. വല്ലാത്തൊരു മടുപ്പോടെ അബി പറഞ്ഞു. നിനക്കിപ്പോൾ ആ കുട്ടിയെ സ്വീകരിക്കാൻ സമ്മതമാണോ? മറ്റൊന്നും ചിന്തിക്കേണ്ട. ഇതവരെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് ചിന്തിച്ചാൽ മതി. എങ്കിലും ഞാൻ വിനായകൻ്റെ ചോദ്യത്തിന് അബി മറുപടി പറയാൻ വല്ലാതെ തപ്പിത്തടഞ്ഞു. അവരുടെ സമ്മതമൊന്നും നീ നോക്കണ്ട. ആര് കൂടെ നിന്നില്ലെങ്കിലും നിവിത നമുക്കൊപ്പം നിൽക്കും. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിരഞ്ജന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ ഒന്നും ഉടനെ വേണ്ട. അവരാ കല്യാണം നടത്താൻ തീരുമാനിക്കും മുൻപ് നമുക്ക് നിവിതയെ കൊണ്ട് തന്നെ നിൻ്റെ പേര് പറയിപ്പിക്കാം. പിന്നെ സമ്മതിച്ചില്ലെങ്കിൽ അപ്പോൾ എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിരഞ്ജൻ സമ്മതിക്കും. അയാൾ സമ്മതിക്കാൻ വേണ്ടതൊക്കെ നമുക്ക് തെളിവ് ഉൾപ്പെടെ ശേഖരിച്ച് വെക്കണം. ഞാൻ കൂടെ നിന്നോളാം.
അഭി ആലോചനയ്ക്കൊടുവിൽ വലിയ തെളിച്ചമില്ലാതെയാണെങ്കിലും വിനായകൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ച് സമ്മതം മൊഴി. രാധികമ്മയുടെ അപേക്ഷ സ്വീകരിച്ച് ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അഭി ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് വിനായകൻ പോലും കരുതിയിരുന്നില്ല. ആ സന്തോഷം അവൻ്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. നീ നിൻ്റെ ഏടത്തെ ഉപയോഗിക്കുന്ന അലമാരയുടെ ഭാഗമൊക്കെ തുറന്നു നോക്കി നിവി. എന്തെങ്കിലുമൊക്കെ കാണുമ്പടി നമുക്ക് ആവശ്യമുള്ളത്. എടി, അവരെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നത് അവരുടെ റൂമിൽ തന്നെയുള്ള അലമാരയിലാണ്. അതിനുള്ളിൽ എപ്പോഴും ഏട്ടനുണ്ടാകും. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കും മഞ്ജു. നിവി ആകുലതയോടെ തിരക്കി. ഏട്ടൻ കിടക്കുന്ന റൂമിൽ അതൊക്കെ സൂക്ഷിക്കാൻ സാധ്യത കുറവാണ് നിവി. കാരണം അവിടുന്ന് എടുക്കുമ്പോൾ ഏട്ടൻ ചോദിക്കലേ അതെന്തെന്ന്. അതുകൊണ്ട് നീ അവിടെ നോക്കണ്ട, അഞ്ജു വല്ലായ്മയോടെ പറഞ്ഞു. അമ്മയും അച്ഛനും ഉപയോഗിച്ച റൂമിൽ അവിടെ ചടങ്ങ് കഴിഞ്ഞ ശേഷം ഞാനോ ഏട്ടനോ കയറിയിട്ടില്ല. ഇനി അതിനുള്ളിലാകൂ അഞ്ജു? ആലോചന നിവി ചോദിച്ചു. എങ്കിൽ സംശയിക്കേ വേണ്ട, നീ അതിനുള്ളിൽ തപ്പിക്കോ. അതുപോലെ നിൻ്റെ ഒരു പ്രവൃത്തിയിലും ആ സ്ത്രീക്ക് സംശയം തോന്നരുത്. അഞ്ജു വീണ്ടും വീണ്ടും അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഹാളിലിരുന്ന നിരഞ്ജനോട് എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ ചുണ്ടു ചേർക്കുന്ന ലക്ഷ്മിയെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് നിവി മൂളി. എന്തെങ്കിലും കിട്ടിയോ നിവി? ഭാഗം നെഞ്ചോട് ഒതുക്കി പിടിച്ചുകൊണ്ട് കിതപ്പോടെ ഓടി വന്നവളെ കണ്ടതും അഞ്ജു തിരക്കി. ഉവ്വ് അഞ്ജു, അവളെ ആ യക്ഷിയെ കൊല്ലാൻ തോന്നുന്നുണ്ട് അഞ്ജു. എനിക്ക് എൻ്റെ പാവേട്ടന് നല്ല ചികിത്സ കൊടുത്തിരുന്നുവെങ്കിൽ എന്ന് എഴുന്നേറ്റ് നടക്കുമായിരിക്കും അല്ലടി. ഭാഗം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിറമിഴിയുടെ നിവി പറഞ്ഞു. നീ വാ, ഏട്ടനകത്തുണ്ട്, ഡോക്ടറോട് സംസാരിക്കുവാണ്. നീ എന്നെ വിളിച്ച് ഈ സാധനങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ ഡോക്ടറെ വിളിച്ചു. നിവിയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് നടക്കുമ്പോൾ അഞ്ജു പറഞ്ഞു. എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം താടി ആദ്യം. ഈ സാധനങ്ങൾ എടുത്തപ്പോൾ മുതൽ തുടങ്ങിയ പരവേശമാണ്. തളർച്ചയോടെ നിവി പറഞ്ഞു. ഇപ്പം തരാടി, നീ ഇവിടെ ഇരിക്കുക പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അരികിലേക്ക് കസേര വലിച്ചിട്ട് അവളെ പിടിച്ചിരുത്തിയിട്ട് വെള്ളം ഗ്ലാസ്സിലേക്ക് പകർന്ന് അവൾക്ക് നേരെ നീട്ടി അഞ്ജു. ഇതെന്ത് പറ്റി നിവിക്കുട്ടി? അവിടെ നിന്ന് ഇവിടെ വരെ വന്നതിനാണോ ഇത്രയും ദാഹം? നിവിയുടെ പരവേശപ്പറ്റുള്ള വെള്ളം കൂടി കാണി അബിക്കും ഡോക്ടർക്കുമൊപ്പം ഇറങ്ങി വന്ന സച്ചിൻ അവളെ തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ട് തിരക്കി. നടന്നിട്ടൊന്നുമല്ല, എൻ്റെ സ്വന്തം മുതൽ മോഷ്ടിക്കേണ്ടി വന്ന ഗതികേടും ഇനി അതിന് ഞാൻ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയവുമാണ് ഈ കിതപ്പിന് കാരണം. നേരത്ത് വന്ന കിതപ്പട പറഞ്ഞിട്ട് അവൾ നെഞ്ചിൽ ഒതുക്കി പിടിച്ചിരുന്ന ബാഗ് തുറന്ന ടേബിളിലേക്ക് വെച്ചു. അതിനുള്ളിരിക്കുന്ന ആഭരണങ്ങളും FDയുടെ ഡോക്യുമെൻറ്റ്സും അതിൽ എഴുതിയിരിക്കുന്ന എമൗണ്ടും ഒക്കെ കാണി എല്ലാവരും വേദനയോടെ പരസ്പരം നോക്കിപ്പോയി. പിന്നെ നിറകണ്ണുകളോടെ നിൽക്കുന്ന നിവിയെയും. ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടാണോ ഇനി ചികിത്സയ്ക്ക് പണമില്ലെന്ന് അവൾ പറഞ്ഞത്? വിനായകൻ ആ ഡോക്യുമെൻറ്റ്സൊക്കെ കയ്യിലെടുത്തുകൊണ്ട് തിരക്കി. അതൊക്കെ എൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുണ്ടായിരുന്ന പണമായിരിക്കും. എല്ലാം കൂടെ 30-ന് മേലെ ഉണ്ടായിരുന്നു. ഒക്കെ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിയെന്ന് പറഞ്ഞ് പിൻവലിച്ചതാണ്. ഇപ്പോൾ എല്ലാം അവളുടെ പേരിലേക്ക് മാറ്റി. അതുപോലെ സ്വർണ്ണമെല്ലാം വിൽക്കാനെന്നും പറഞ്ഞ് വാങ്ങി അവളെ ലോക്കറിലാക്കി. ദാ ഇത് കണ്ടോ? എൻ്റെ അമ്മ എപ്പോഴും എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് വരുന്ന മാലയാണ്. അതും അവൾ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് കണ്ടാണ് അവൾ തന്നെയാണെന്ന് ബാങ്കിൽ വന്നതെന്ന് ഞാൻ ഉറപ്പിച്ചത്. കടുത്ത മാനസിക സംഘർഷത്തിൽ വിറയ്ക്കുന്ന ദേഹവും വിതുമ്പുന്ന ചുണ്ടുകളുമായി അവൾ പറഞ്ഞു. മോൾ എന്താ ഇതൊക്കെ നിരഞ്ജനെ വിളിച്ച് കാണിക്കാത്തത്? ഇതൊക്കെ കണ്ട് അന്താഴ്ചെന്ന് രാധിക മെല്ലെ തിരക്കി. ഇല്ല, ഇപ്പം ഏട്ടനെ കാണിക്കില്ല ആൻറ്റി. ഞാൻ കാരണം അവൾ എൻ്റെ ഏട്ടനെ ഉപദ്രവിച്ചാലോ അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ ഏട്ടൻ അതിനിടയിൽ പെട്ടുപോകാനും മതി. പിന്നെ അവൾ ഒരിക്കലും എൻ്റെ ഏട്ടൻ്റെ മുന്നിൽ മാത്രം നാണം കെട്ടാൽ പോരാ. എല്ലാം കണ്ടുപിടിച്ച ശേഷം എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേണം അവളോട് ചോദിക്കാൻ. അതുമാത്രമല്ല, അവൾക്ക് എന്നെ മാത്രം അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ മതിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നിറഞ്ഞു തുളുമ്പിപ്പോയ കണ്ണുകളുടെ നിവി പറഞ്ഞതിന് അതെന്താ നിവിതയ്ക്ക് ഇപ്പം അങ്ങനെ തോന്നാൻ? അബി അവളുടെ ആ കണ്ണുനീര് കാണെ നെഞ്ച് പിടഞ്ഞുകൊണ്ട് തിരക്കി. അതെനിക്ക് തോന്നിയതാണ്. നിവി വേദനയിൽ ചാലിച്ചൊരു ചിരിയോടെ പറഞ്ഞു. അതെന്താ അങ്ങനെ തോന്നിയെന്നാണ് അബി ചോദിച്ചത് നിവിക്കുട്ടി. ഏട്ടൻ്റെ അക്കൗണ്ടിലെ കാശൊന്നും അവൾ മാറ്റിയിട്ടില്ല. അതൊക്കെ ഇപ്പോഴും എൻ്റെ ഏട്ടൻ്റെ പേരിൽ തന്നെയാണ്. ദാ ഇത് നോക്കേ, അച്ഛൻ മുമ്പ് എപ്പോഴോ ഏട്ടൻ്റെ പേരിൽ FD ഇട്ടിരുന്നതാണ്. ബാങ്കിൻ്റെ ചെറിയ അറ തുറന്ന മറ്റൊരു FD ഡോക്യുമെൻ്റ് എടുത്ത് അവർക്ക് നേരെ നീട്ടി നിവി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിരഞ്ജൻ്റെ പേരിലുള്ളതൊന്നും എന്തിനിട്ട് അവളെ ആ ഷോപ്പ് പോലും അവളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. നിവിയുടെ പേരിലുള്ളതും നിവിക്ക് ഇനി ഭാവിയിൽ കിട്ടാനുള്ളതൊക്കെയാണ് തട്ടിയെടുത്തത് അവൾ സ്വന്തം പേരിലേക്ക് മാറ്റിയിട്ടുണ്ടാവുക. ആലോചനയോടെ പറഞ്ഞിട്ട് അബി മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. ഇതിൽ കൂടുതൽ ചെയ്യാനും ചിന്തിക്കാനും ഒന്നുമില്ല. നീ പറഞ്ഞു തന്നെയാകും അബി ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ എന്തിന് നിവിതയോട് ഇത്രയും സ്നേഹം കാണിച്ചു നിന്നുകൊണ്ട് അവൾ എന്തിനീ ചതി ചെയ്തു? അതവളുടെ വായിൽ തന്നെ നമുക്കറിയണം. അതിനു മുൻപ് അവളുടെ ലോക്കറിൽ സ്വർണം കൂടാതെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിനെ പറ്റിയ ഒരാളെ കണ്ടെത്തി എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ. കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ ബാഗിൽ തിരികെ വെച്ച് അടച്ചുകൊണ്ട് വിനായകൻ പറഞ്ഞു. ഇതൊക്കെ നീ എന്ത് ചെയ്യാനാ ഡോക്ടറെ? സച്ചിനാണത് തിരക്കിയത്. നിവി സ്വർണമൊക്കെ തിരികെ കൊണ്ടുപോയി വെക്കണം. ഈ ഡോക്യുമെൻറ്റ്സൊക്കെ മറ്റേ പുള്ളി ഏൽപ്പിക്കണം.
ആളുടെ പേരും അക്കൗണ്ട് നമ്പറും മറ്റുമൊക്കെ വേണമല്ലോ, അതിനാണ് ഇതെടുക്കാൻ പറഞ്ഞത്. സ്വർണം എടുക്കേണ്ടിയിരുന്നില്ല, അത് നമ്മൾ കയ്യിൽ വെക്കുന്നത് സേഫല്ല. നിവിയുടെ പാടിയ മുഖത്തേക്ക് നോക്കി വിനായകൻ പറഞ്ഞു. ഇല്ല, ഈ സ്വർണം ഞാനിനി അവൾക്ക് കാണാൻ പോലും കൊടുക്കില്ല. ഇതൊക്കെ വിറ്റ് കിടന്ന പണം കൊണ്ട് എൻ്റെ ഏട്ടൻ നല്ല ചികിത്സ കൊടുത്ത് രക്ഷിക്കണം. എനിക്ക് ഇനിയുള്ള സ്വത്തുവകകൾ കിട്ടിയാലായി. ഒന്നും ഞാൻ തിരികെ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം കൂടെ വിറ്റാൽ 10-12 ലക്ഷം രൂപ കിട്ടിയേക്കും. ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു കുഞ്ഞു വീട് വാടകയ്ക്ക് എടുക്കണം. അതുപോലെ ഏട്ടന് ചികിത്സ നന്നായി നടക്കണം. ബാഗിൽ നിന്ന് വലിച്ചെടുത്ത കവറിലേക്ക് അതൊക്കെ വാരിയിട്ടുകൊണ്ട് നിവി പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ പണം എവിടുന്ന് കിട്ടിയെന്ന് പറയും നിവിത തൻ്റെ ഏട്ടത്തിയോട്. വിനായകൻ ചിരിയോടെ ചോദിച്ചിട്ട് നിവിയെ നോക്കി. ഏട്ടത്തിയോ? ചതിയത്തി. അവൾ ചതിയത്തിയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ ഏട്ടത്തി എന്ന വാക്ക് എൻ്റെ വായിൽ നിന്ന് അറിയാതെ പോലും വന്നിട്ടില്ല. ഇനി ഒരിക്കലും വരികയില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റിനുള്ള പണം എവിടെ നിന്ന് ചോദിച്ചാൽ എന്തിനെ പേടിക്കുന്നത്? ഡോക്ടർ ഫ്രീ ആയിട്ടല്ലേ അഞ്ജുവിൻ്റെ ചേട്ടനെ ചികിത്സിച്ചേ? അതുപോലെയാണെന്ന് പറഞ്ഞാൽ മതി. ലക്ഷ്മിയോടുള്ള കഠിനമായ വീർപ്പോടെ നിവി പറഞ്ഞു. നീ ആൾ കൊള്ളാല നിവിക്കുട്ടിയെ. അവളുടെ ആ തീരുമാനം ഇഷ്ടമായതുപോലെ സച്ചിൻ പറഞ്ഞു. ചികിത്സ ഉടനെ വേണ്ട. ഈ സ്വർണം വിറ്റിക്കിടന്ന കാശ് അഞ്ജുവിൻ്റെ ഏട്ടൻ സൂക്ഷിക്കണം. അവളുടെ കള്ളങ്ങളൊക്കെ പൊളിച്ചു കഴിഞ്ഞ് മതി ഏട്ടനെ അവിടുന്ന് ചികിത്സയ്ക്കായിട്ട് മാറ്റുന്നത്. അപ്പോഴേക്കും ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് റെഡിയാക്കണം. വീട് ഉപേക്ഷിച്ച് ഇറങ്ങുന്നത് വിചാരിക്കുമ്പോൾ ഉള്ളിൽ പതഞ്ഞുയർന്ന വേദനയുണ്ടെങ്കിലും പുറമേ കാണിക്കാതെ നിവി പറഞ്ഞു. വീട് മാറുന്നതൊക്കെ പിന്നെ ആലോചിക്കാം. ആദ്യം ലോക്കലിരിക്കുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ നോക്കട്ടെ. നിങ്ങളുടെ ഇലക്ട്രിക് ഷോപ്പും അല്ലാതെ ചിക്കൻ സ്റ്റാൾ പിന്നെ വേറെയൊക്കെ സ്ഥലങ്ങളും മാംഗല്യം വീടുമൊക്കെ അവളുടെ പേരിലേക്ക് മാറ്റിയെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നേക്കാം. പിന്നെ അതൊക്കെ തിരികെ പിടിക്കാൻ സമയമെടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ വീട് നോക്കാം. അതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടുമില്ല. പിന്നെ എന്തിനും ഞങ്ങളൊക്കെ നിൻ്റെ കൂടെയുണ്ട്. ഏത് പാതിരാത്രി വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം കേട്ടോ. അവളുടെ സങ്കടം നിറഞ്ഞ മുഖത്ത് നോക്കി അലിവോട പറഞ്ഞു വിനായകൻ. അല്ല നിവിത, ഈ സ്വർണം ഞാൻ വിറ്റ് തരാം. പക്ഷെ ആ കാശ് ഇയാളുടെ അക്കൗണ്ടിലിട്ടാൽ പോരെ? അബി എന്തൊരു മടിയോടെ തിരികെ. ചേട്ടനും ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. അവൻ്റെ മടി മനസ്സിലായതുപോലെ നിവി പറഞ്ഞു. ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ അക്കൗണ്ടിൽ തന്നെ ക്യാഷ് ഇട്ടേക്കാം. അവളുടെ മുഖം മാറിയത് കാണി അബി പെട്ടെന്ന് പറഞ്ഞു. രണ്ടിൻ്റെയും വർത്തമാനം കേട്ട് നേർത്തൊരു പുഞ്ചിരിയോടെ വിനായകൻ നിന്നുവെങ്കിൽ അഞ്ജുവും സച്ചിനും പരസ്പരം ഒന്ന് നോക്കി. രാധിക മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരിയോടെ ചായ ഉണ്ടാക്കാനേ അടുക്കളയിലേക്ക് പോയി. എനിക്ക് നമ്മുടെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനുണ്ട്. അവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? മടിച്ച് നിവി തിരക്കി. എന്താ നിവിത കാര്യം? എന്ത് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്? അബി ആകാംക്ഷയോടെ ചോദിച്ചു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആക്സിഡൻറ്റ് കേസ് ഒന്നുകൂടെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പുതിയൊരു പരാതി കൊടുക്കണം. കണ്ണുകൾ നനവുണ്ടായിരുന്നെങ്കിലും ശബ്ദം ഒട്ടും പതറാതെ നിവി പറഞ്ഞു. എന്താ ഇപ്പം അങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ട ആവശ്യം? അതിൻ്റെ കേസ് ഓൾറെഡി നടക്കുമല്ലേ? അബി അവളോട് തിരക്കി. നടക്കുന്നുണ്ട്. അത് വെറും ആക്സിഡൻറ്റ് കേസായിട്ടാണ്. പക്ഷേ എനിക്ക് അപകടത്തിൽ സംശയമുണ്ട്. മനഃപൂർവ്വം അവരെ കൊന്നു കളഞ്ഞതാണോ എന്ന്. മുഖം പൊത്തിക്കറിഞ്ഞ നിവി പറയെ കേട്ട വാക്കുകളെ ഞെട്ടിലായിരുന്നു ബാക്കിയുള്ളവർ.